നമ്മളൊരു ദേവാലയം കൂദാശ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, ദേവാലയം ഒരു പ്രതീകമാണ്. നമ്മൾ ദേവാലയം പണിയുന്നത് ഒരു പാരിഷ് ഹോൾ പണിയുന്നത് പോലെയല്ല. ഒരു ഹോളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദേവാലയത്തിൽ നമ്മളോട് ചെയ്യത്തുമില്ല. ദേവാലയം എന്ന് പറയുന്നത് ഒരു ഹോളി ഓഫ് ഹോളീസ്, പരിശുദ്ധിയുടെ പരിശുദ്ധ സ്ഥലത്തെ കേന്ദ്രീകരിച്ചു. ഈ ദേവാലയം ഒരു പ്രതീകമാണ്. ഈ മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പ്രതീകം. അതുകൊണ്ടാണ് നമ്മൾ ഉത്ഥാനം ചെയ്ത ഈശോയുടെ പ്രതീകമായ സ്ലീവ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. വേറെ കാരണമൊന്നുമില്ല. നമുക്കറിയാം ഈ സ്ലീവയുടെ പ്രത്യേകത, സ്ലീവ മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കും. കുരിശ് എപ്പോഴും മരണത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പുഷ്പിച്ച കുരിശ്, മുകുളങ്ങളുള്ള കുരിശ്, ഈ കുരിശിന്റെ 4 അഗ്രങ്ങളും പുഷ്പിച്ചതാണ്. അത് പൂക്കള് പോലെയാണ് ഇരിക്കുന്നത്. സഹനം പുഷ്പിക്കുന്നു എന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമായ ഒരു സത്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അടയാളം. അതുകൊണ്ടാണ് നമ്മൾ മദ്ബഹായിൽ ഉദ്ധിതനായ ഈശോയുടെ പ്രതീകമായ സ്ലീവ പ്രതിഷ്ഠിക്കുന്നത്. കാരണം അത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയെ നമ്മൾ ഓർക്കുകയാണ്. ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഈ ബേമ, വചന ശുശ്രൂഷ നടത്തപ്പെടുന്ന ഈ ബേമ ജെറുസലമിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ദേവാലയം. അതുകൊണ്ടാണ് നമ്മുടെ മദ്ബഹ വിരിയെല്ലാം തുറന്നു കഴിയുമ്പോൾ സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ് നമ്മള് കുമ്പിട്ട് ആചാരം ചെയ്ത് കണ്ണു തുറക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു വലിയ സന്തോഷം നമ്മുടെ കണ്ണുകളിൽ നിറയുകയാണ്. അതുകൊണ്ടാണ് ഈ സുവർണ നിറങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ ദൈവിക മഹത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിറങ്ങളും കലകളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മദ്ബഹ സജ്ജമാക്കുക.